ശനിയാഴ്ച രാത്രി ആകുമ്പോഴത്തേക്ക് എനിക്കങ്ങ് ഭയങ്കര മടിയാണ്. കാരണം നാളെ ഞായറാഴ്ചയാണല്ലോ എന്നുള്ള മടിയുടെ കാര്യം ഓർത്തിട്ടാണ് ഇന്നേ അങ്ങ് മടി തുടങ്ങുന്നത്. ഒന്നും വെക്കാനും തോന്നുന്നില്ല, ഒന്നുമില്ല കേട്ടോ. ക്വാർട്ടേഴ്സിലായിരുന്ന ദിവസം ശനിയാഴ്ച വൈകിട്ട് ഒന്നെങ്കിൽ പുറത്ത് പോകും, അല്ലെങ്കിൽ പുറത്തു നിന്ന് എന്തെങ്കിലും ഫുഡൊക്കെ വാങ്ങി കഴിച്ച് അങ്ങനെ ആ ദിവസം അങ്ങ് പോകുമായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ആ ഒരു അവസ്ഥയല്ലല്ലോ, നമ്മൾ തന്നെ ഉള്ളതുകൊണ്ട് മാക്സിമം അങ്ങനെ പുറത്ത് ഫുഡൊക്കെ അങ്ങ് അവോയ്ഡ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ പാക്കിയുടെ വയ്യാഴിയൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. അന്നേരത്തേക്ക് ഫ്രിഡ്ജിലാണെങ്കിൽ കുറച്ച് ചപ്പാത്തിയുടെ മാവ് ഇരിപ്പുണ്ടായിരുന്നു. ഞാനത് പെട്ടെന്ന് ചപ്പാത്തി ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ചപ്പാത്തി ഒന്നും വേണ്ട. അന്നേരം അനിയത്തി ഇപ്പോൾ വരുമല്ലോ, അന്നേരം അവൾക്ക് വേണ്ടിയിട്ട് ഒരു 3 ചപ്പാത്തി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കുമായിരുന്നേ. ഇതിൻ്റെ കൂടെ കറിയായിട്ട് രാവിലെ ഞാൻ കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അന്നേരം അതും കൂടി ഇരിപ്പുണ്ടായിരുന്നേ. അന്നേരം പിന്നെ പെട്ടെന്ന് തന്നെ ഞാനൊന്ന് ചൂടാക്കുമായിരുന്നു കേട്ടോ കടലക്കറി എടുത്തിട്ട്. പിന്നെ എനിക്കാണെങ്കിൽ ഇങ്ങനെ റാഗി സ്മൂത്തി പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അന്നേരം ഞാൻ 2 സ്പൂൺ റാഗിപ്പൊടി എടുത്തിട്ട് കുറച്ച് പച്ചവെള്ളത്തിലോട്ടിട്ട് നല്ലതായിട്ടൊന്ന് അലിയിപ്പിച്ചെടുക്കുമായിരുന്നു. എനിക്കാണെങ്കിൽ രാത്രി ആകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. നാട്ടിൽ വെച്ച് പക്ഷേ ചോറ് കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ആ റാഗി എല്ലാം ഒന്ന് കുറുക്ക് പോലെ ആക്കിയിട്ട് അതിനകത്തോട്ടൊരു റോബസ്റ്റ പഴവും കൂടി ഇട്ടിട്ട് കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുവേ. എന്നിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ പാക്കി കൊണ്ടുവന്ന് കുളിപ്പിച്ചിട്ട് ആ കസേരയിലോട്ട് കൊണ്ടുവന്ന് ഇരുത്തി കേട്ടോ. അന്നേരത്തേക്ക് ഇപ്പം കരയുമെന്നും പറഞ്ഞിരിക്കുവാണ്. ഞാൻ അന്നേരം ചോദിച്ചു എന്താ കരയാറായെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഒറ്റ ഒരു കരച്ചിലായിരുന്നേ, വേറൊന്നുമല്ല കേട്ടോ. ഞാനാണെങ്കിൽ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ശനിയാഴ്ച നിനക്ക് ഞാൻ ചിക്കൻ വാങ്ങിത്തരാമെന്ന്. അന്നേരം അത് ഇപ്പോഴെങ്ങാണ്ടാണ് ഓർത്തത് ഇന്ന് ചിക്കൻ വാങ്ങിയില്ലെന്ന്. അന്നേരത്തേക്ക് അവന് വയ്യാത്തതുകൊണ്ടായിരുന്നു ചിക്കൻ വാങ്ങി, നാളെ വാങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.